എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 7 ഏപ്രിൽ 2025. ഇന്ന് ബാംഗ്ലൂർ ഫ്രീസർ ടൗണിൽ നിന്നും മല്ലുമല്ലൻസ് വീഡിയോ. ഇന്നത്തെ വിഷയം മരിയമ്മൻ അമ്പലത്തിനടുത്ത് തുറന്ന ക്രിസ്ത്യൻ പള്ളി വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്ന 10 പാഠങ്ങൾ. ഞാൻ 25 വർഷം ബാംഗ്ലൂർ വലസീതാണ്. ഈ ഏരിയ ഫ്രീസർ ടൗൺ, ബസ് സ്റ്റാൻഡ് ഒക്കെ അവിടെ മൂന്നും കൂടി വഴി. അപ്പോൾ ഇവിടെ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. ഓക്കെ, മരിയമ്മൻ ടെമ്പിൾ. ഓക്കെ, അപ്പം ഇത് സെൻറ്റ് ആൻ്റണി ചർച്ച്. ഇത് തുറന്ന പള്ളി. ഓക്കെ, അപ്പോൾ പണ്ട് അതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഗ്രില്ലിട്ട് കൊടുത്ത് ആളുകൾക്ക് കിടന്നുറങ്ങാനായിട്ട് ഒരു റൂം പോലെ തുറന്നിട്ടിരുന്നു. ഇപ്പോൾ അത് അടച്ച് ഓക്കെ കുറേ കുടിയന്മാരെന്തോ ചെയ്ത് കാരണമാണ്. ഓക്കെ, ഈ പള്ളി 24/7 365 ഡേയ്സ് തുറന്നു തുടങ്ങി. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഓക്കെ, അപ്പോൾ അവിടെ വിശുദ്ധന്മാരിരിക്കുന്നുണ്ട്. ആലുണ്ണീശ, പിന്നെ അന്തോണി, ഇവിടെ തിരി കത്തിച്ച് വയ്ക്കാനായിട്ട് അന്തോണി, ഇവിടെ ആരോഗ്യമാത, ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ, ഇവിടെ ആരോഗ്യമാത, ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ, സെൻറ്റ് ജോസഫ്, മുകളിൽ വേളാങ്കണ്ണി മാത, നടുക്ക് കർത്താവ്. ഒക്കെ കുറേ പേര് ഇവിടെ ലോക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ പ്രാർത്ഥന വെച്ചിരിക്കുന്ന തമിഴിൽ, കന്നഡയിൽ, 2-3 ഭാഷയിൽ ഇവർ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഓക്കെ, ടെലിസ്ഫോൺ 20 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന ഈ അമ്മച്ചിമാരോട് പെരുന്നാളിന് സാരിയും ആണുങ്ങൾക്ക് മുണ്ടും കൊടുക്കാൻ ചോദിച്ചപ്പം പെരുന്നാളിന് മാത്രമല്ല ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയുള്ള വലിയ ദിവസങ്ങളിലും അവരിവിടെ കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് വിശ്വാസം അവതരിപ്പിക്കാനുള്ള വലിയൊരു അവസരം, വലിയൊരു സ്വാതന്ത്ര്യം ഈ പള്ളിക്കകത്ത് ഞാൻ കാണാറുണ്ട്. ഞാൻ ചിലപ്പം ഇവിടെ ഫ്രീസർ ടൗണിൽ ചിലപ്പോൾ ബസ് മാറി കയറേണ്ടി വരുമ്പോൾ ഞാൻ എവിടെ കയറി ഇവിടെ ഈ പള്ളിയിൽ വന്ന് ആളുകളുടെ ഭക്തിയെ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ആദ്യം ഞാൻ കേട്ടിരുന്ന ഒക്ടോബറിലെ 10 ദിവസം, ഒക്ടോബറിലെ നവംബറിലാണ് 10 ദിവസം എടുത്തിരുന്നത്. അപ്പോൾ ആദ്യം അച്ഛന്മാർ വന്ന് കുർബാന ചെല്ലിയെങ്കിൽ ഇപ്പോൾ ഇവർക്ക് കുർബാന ചെല്ലാൻ അച്ഛന്മാരില്ലാത്ത കാരണം ഈ 10 ദിവസം ഇവർ പെരുന്നാളിൻ്റെ ആചാരമാണ് പതാക കയറ്റുക, പതാക ഇറക്കുക. ഒക്കെ അവർ വലിയ നമ്മുടെ ആഘോഷമായിട്ടുള്ള പാട്ടുപ്രധാന പോലെ ഇവർക്കുള്ള ആചാരം കൊടിമരത്തിൽ പെരുന്നാളിൻ്റെ കൊടി കയറ്റുക. ഈ 10 ദിവസം ഭയങ്കര ആഘോഷമായിരിക്കും. ഒരു ദിവസം വസ്ത്രം കൊടുക്കുക, ഒരു ദിവസം ഓരോരോ പ്രത്യേകത. ഞാനൊരു പ്രാവശ്യം കണ്ടിരിക്കുന്ന ഇവിടെ കാറുകളും ബൈക്കുകളും കൂടെ എടുത്ത് ചെയ്യുക. പിന്നെ ഇവിടെ പ്രദക്ഷിണം അവസാനത്തെ പെരുന്നാൾ ദിവസം ഇവിടെ ഈ ചുറ്റും ഒരു 10-200 മീറ്ററുകളിൽ പോയി ഇവർ ആചാരങ്ങൾ ഈ പ്രദക്ഷിണം പോലെ നടത്തും. അന്ന് ഈ മരിയമ്മൻ ടെമ്പിളും ഈ പള്ളിയും എല്ലാം ഒരുമിച്ച് ഒരേപോലെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്യും. അത് പള്ളി ഞങ്ങളുടെയും അമ്പലം നിങ്ങളുടെ എന്നുള്ളൊരു വലിയ തരംതിരിവൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ബോധിച്ച 10 പാഠങ്ങളാണ് ഇവർ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ പാഠം ഭക്തി ആചാരങ്ങൾക്കപ്പുറം. ഓക്കെ, ഇപ്പം അച്ഛന്മാരില്ലാതെ കുർബാന ചെല്ലിയിൽ ഒന്നല്ലെന്നുള്ളടത്ത് ഇവിടെ സിമ്പിൾ വിശ്വാസികൾ. എനിക്ക് തോന്നുന്നത് ഇവർ ഈ താഴ്ന്ന ജാതികൾ, ഇപ്പോൾ ഇത് സ്ലമ്മിലുള്ള ആളുകൾ ഇവിടെ അംബേദ്കർ നഗർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, അംബേദ്കർ കോളനിയാണ്. അപ്പം ഇതിൻ്റെ ചില നേതാക്കന്മാരാണ് ഇത് നടത്തിക്കുന്നത്. എന്നാൽ ആളുകളുടേതായിട്ടുള്ള നമ്മുടെ പള്ളി എന്ന് പറയാൻ അധികാരമുള്ള വലിയൊരു സ്വാതന്ത്ര്യം ഇവർക്ക് വരുന്നു. ഓക്കെ, അപ്പം അച്ഛന്മാരില്ലെങ്കിലും
ആചാരങ്ങൾക്കപ്പുറം പെരുന്നാൾ ഘോഷിക്കാനും പള്ളി നടത്താനും ഈ പള്ളിക്കാർ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പാഠം, സ്വതന്ത്രമായി നിയന്ത്രണമില്ലാതെ. ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് പള്ളികളൊക്കെ ആണെങ്കിൽ നമുക്ക് കയറാനിറങ്ങാനും ലിമിറ്റേഷൻസ്, അവിടെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ഇവിടെ ആർക്ക് എപ്പോൾ വേണേലും വന്ന് പ്രാർത്ഥിക്കുക, അതൊക്കെ സ്വതന്ത്രമായിട്ട് നമുക്ക് ചെയ്യാനുള്ള വലിയൊരു സ്വാതന്ത്ര്യം, വിശ്വാസം ഒക്കെ അവിടെ ചട്ടക്കൂടുകളെ അതുപോലുള്ളൊരു സിമ്പിളായിട്ടുള്ള മനുഷ്യൻ്റെ ദുഃഖം പങ്കുവയ്ക്കാനുള്ള വലിയൊരു അവസരമായിട്ടെടുക്കുക. മൂന്നാമത്തെ പാഠം, പെരുന്നാൾ കൊടുക്കുവാനുള്ള അവസരം. അതായത് പെരുന്നാൾ നമ്മുടെ ദോഷങ്ങളൊക്കെ ഞാൻ തൃശ്ശൂരിൽ കണ്ടിരിക്കുന്ന കുറേ പേര് കുറേ ബൾബ് പൊട്ടിക്കും, പടക്കം പൊട്ടിക്കും, കുപ്പി പൊട്ടിക്കുമെങ്കിലും ഒരു കുടത്തിൽ അവിടെ ആദ്യം കാണാറില്ല. പക്ഷേ ഇവിടെ 10 നാൾ ഘോഷമായിട്ട്, ഭക്ഷണമായിട്ടും തുണിയായിട്ടും സമ്മാനമായിട്ടും കൊടുക്കാനുള്ള അവസരമായിട്ട് അവർ പെരുന്നാൾ ആഘോഷിക്കുക ചെയ്യുന്നു. ഓക്കെ. പിന്നെ നാലാമത്തെ പാഠം, അച്ഛന്മാരും ബിഷപ്പുമാരും കന്യാകുസൃതികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പള്ളി നടത്താമെന്നുള്ള വലിയൊരിത്. ഇപ്പോൾ 2 വർഷം കോവിഡ് സമയത്ത് ഒരു പള്ളിയില്ലാതെ TV-യിൽ കുർബാന ചൊല്ലിയിട്ടുണ്ടെങ്കിലും ഇപ്പം അങ്ങനെ വലിയൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോവിഡിന് ശേഷം ഇപ്പോൾ പള്ളിയായിട്ടുള്ള ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൂടി വരിക ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് കത്തോലിക്ക പള്ളികളുടെ ഇടയിൽ. ഓക്കെ. 5, താഴ്ന്ന ജാതിക്കാരുടെ ഉയർന്ന ദൈവത്തിൻ്റെ ഇരിപ്പിടം. ഓക്കെ. ഇത് താഴ്ന്ന ജാതിയിലുള്ള ആളുകളുടേതാണെങ്കിലും ഇവിടെ ജാതിമത ഭേദം തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് സെൻ്റ് ആനിയുടെ ഇതായ കാരണം ഇവർ ചൊവ്വാഴ്ച ഇവിടെ ഇച്ചിരി തിരക്ക് കൂടുതലാണ്. കാരണം ആ ദിവസം അന്തോണീസിൻ്റെ അന്നാണ് പ്രാർത്ഥനയാക്കാനുള്ള കോൺട്രാക്റ്റ്. അതുകൊണ്ട് അത് ഈ ആളുകളുടെ വിശ്വാസം. അവിടെ നമ്മൾ ദൈവശാസ്ത്രം, തത്വശാസ്ത്രം, തർക്കശാസ്ത്രം, ലോജിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം അതല്ല എല്ലാം അതിലായിട്ടെടുക്കുക. ഓക്കെ. 6ാമത്തെ പാഠം, ദൈവസേവ, മാനവസേവ. ഞാൻ സ്കൂളുകളിൽ 1500 സ്കൂളിൽ നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പാഠമാണ്. നമ്മുടെ ശരീരം കുരിശ് പോലെ ഉപയോഗിക്കുക. നെടുകെ നമ്മളെ ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സേവനത്തിലൂടെ, കൈകളിലൂടെ സേവിക്കാനും അതിലൂടെ സ്നേഹിക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നതായിരിക്കണം നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ശരീരം. അത് ഈ പള്ളിക്കാർ നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ പഠിപ്പിച്ചു തരുന്നു. 7ാമത്തെ പാഠം, മനസ്സിൻ 2 സെൻറ്റിലുള്ള പള്ളി. അതായത് ഈ സ്ഥലത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്പലം പള്ളിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 സെൻറ്റ് നമുക്ക് വലുപ്പം കാണത്തുള്ളൂ. പക്ഷേ ഈ 2-3 സെൻറ്റിനുള്ളിൽ വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു ഇരിപ്പിടം ഇവർ ആളുകൾക്ക് ആശ്വസിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തത്, ഇപ്പം ഞാൻ എൻ്റെ ഇടവകയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടത്ത് വല്ലക്കുന്ന് പള്ളി പണിയാനായിട്ട് 5-8 ഏക്കർ സ്ഥലം പള്ളിക്കാർക്ക് എഴുതി കൊടുത്തപ്പോഴാണ് അവിടെ പള്ളി വരുന്നതിനെ കുറിച്ചിട്ട് തന്നെ ബിഷപ്പ് ചിന്തിച്ചു വരുന്നത്. അപ്പോൾ 2 സെൻറ്റിലുള്ള 2-3 സെൻറ്റിലുള്ള പള്ളി നമുക്കൊരു വലിയ പാടാണ്. ഞാൻ ശാന്തരൂപതയിൽ വേപ്പമ്പള്ളിയിൽ 10,000 രൂപയുടെ ഒരു പള്ളി, തുറന്ന പള്ളി പണിതിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് മറാഠികളായിട്ടൊരു 10 പേര് നമ്മുടെ പ്രാർത്ഥന കുർബാനയ്ക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് ആ പള്ളി പൊളിച്ച് ഒരു 15 കക്ഷത്തിൻ്റെ വലിയൊരു കൊട്ടാരം ബിഷപ്പ് പണിതുണ്ടെങ്കിലും ഇപ്പം വിശ്വാസികൾ ആരുമില്ലെന്ന് മാത്രമല്ല, അന്ന് നമുക്ക് 150 പിള്ളേർ ഹോസ്റ്റലുണ്ടെങ്കിൽ ഇന്ന് വിരലിലെണ്ണാവുന്ന പിള്ളേർ മാത്രം. ഓക്കെ. 5-10 പിള്ളേർ മാത്രമാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ. ഇപ്പോൾ ഏകദേശം ആ പള്ളി ഇപ്പോൾ ഒരു ഡെഡായി, ചത്തുപോയി കിടക്കാം. ഓക്കെ. അപ്പം പള്ളിയുടെ വരവും പോക്കും ഈ സ്ഥാപനങ്ങളിലോ അതിൻ്റെ സ്ട്രക്ചറിലോ അല്ല, പക്ഷേ അതിൻ്റെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അത് വലിയൊരു പാഠമാണ്. പിന്നെ 8ാമത്തെ പാഠം, രാഷ്ട്രീയമോ ജാതിമതഭേദമോ ഇല്ലാതെ പള്ളി നടത്താം. ഓക്കെ. ഇപ്പോൾ പൈസയുള്ള കത്തോലിക്ക അല്ലാത്ത തൊലിക്കനെന്നാണ് ചില കത്തോലിക്കർ കേരളത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാതിയുടെ, പണത്തിൻ്റെയോ ആധിപത്യത്തിൻ്റെയോ ഭാഷയുടെ ഒരു ബന്ധനമില്ലാതെ തുറന്ന ഒരു ചർച്ചായിട്ട് നമുക്ക് ഈ പള്ളിയെ കാട്ടാം. ഈ പള്ളി നമ്മെ പഠിപ്പിക്കുന്ന ഇതിലൊന്നും കാര്യമില്ല. ഓക്കെ. ഇപ്പം ബന്ധനങ്ങളാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ പള്ളിക്കാർക്കുള്ളത്. ഓക്കെ. പിന്നെ 9ാമത്തെ പാഠം,
10 ദിവസം പെരുന്നാൾ ആഘോഷം. ഇപ്പോൾ ഈ പള്ളിയിൽ ഒരു 10 ദിവസം അവർ കണ്ടിന്യൂസ് ആയിട്ട് പെരുന്നാൾ ഘോഷിക്കില്ല. അവർ ഓരോ പരിപാടികളായിട്ട്. ഓക്കെ, ഇവിടെ സാധാരണ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ 3 ഭാഷയിൽ ഇവർ പരിപാടികൾ അച്ചടിച്ചതായിട്ട് ഞാൻ ഓർക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിവിടെ പാരിഷിലേലും ഈ ആളുകളുടെ ഈ പള്ളി അവർ ലൈവായിട്ട് ഇപ്പോൾ ഈ വഴികളൊക്കെ ആ ദിവസങ്ങൾ ഈ വഴികൾ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ഓക്കെ നല്ലൊരു കളർമയായിട്ട് അവർ നടത്താറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും എനിക്ക് സന്തോഷമായ പള്ളിക്കാരും അമ്പലക്കാരും ഒരുമിച്ച് ഘോഷിക്കുന്ന ഒരു പള്ളിയാണിത്. ഓക്കെ, ഇപ്പം മരിയമ്മൻ ടെമ്പിൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ പള്ളിക്കാരുടെ ഒരു ഇതിന് കുറവ് വരാതെ അവർ ഇത് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ 10ാമത്തെ പാഠം ഡെമോക്രാറ്റിക് പള്ളി. ഇപ്പം ഡെമോക്രസിയുടെ ഡെഫിനിഷൻ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണെങ്കിൽ ഈ പള്ളി ജനങ്ങളുടേതാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് 100% നമുക്ക് പറയാവുന്നൊരു പള്ളിയാണ്. ഒക്കെ അവിടെ ഉച്ചനീചങ്ങളൊന്നുമല്ല, കഷ്ടത്തിലും ദുഃഖങ്ങളിലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടാനുള്ള ഒരു വലിയൊരു ഇടമായിട്ട് ഈ പള്ളി നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ 10 പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ ഇപ്പം നമ്മളായിരിക്കുന്ന പള്ളിയുടെ എല്ലാ തോന്നിയാസങ്ങളും മാറ്റാനായിട്ട് നിങ്ങൾക്ക് തോന്നാണ് എങ്കിൽ മാറാനായിട്ട് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇതാണ് അകലെ നിന്ന് കാണുമ്പം. ഓക്കെ, മരിയമ്മ ടെമ്പിളും ഇത് ഇപ്പം ആ തൊട്ടപ്പുറത്ത് ഓവർ ബ്രിഡ്ജാണ് ട്രെയിൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ചപ്പ് ചവറ് നിറഞ്ഞ സ്ഥലത്ത് മനോഹരമായിട്ട് ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്ന പള്ളി. അവിടെ ചെറിയൊരു ടെമ്പിളുണ്ട്. ഇതാണ് ഫ്രൈസർ ടൗൺ ബസ് സ്റ്റോപ്പ്. ഓക്കെ, ഇവിടെ ഒരു റെസ്റ്റുള്ള ഏരിയയാണ്. അപ്പോൾ 3 ഇടങ്ങളിലോട്ട് ഇവിടുന്ന് ബസ് തിരിഞ്ഞു പോകും. ഒരെണ്ണം കല്യാൺ നഗർ വഴി, ഒരെണ്ണം ലിംഗരാജപുരം വഴി, ഒരെണ്ണം KR പുരം വഴി. അങ്ങനെ 3-4 സ്ഥലത്തോട്ട് ഇവിടുന്ന് അവർ തരം തിരിഞ്ഞ് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അകലെ നിന്ന് കാണുന്ന. ഇവിടെ ഇത് രാഷ്ട്രീയക്കാരുടേതാണെങ്കിലും അവിടെയും ലക്ഷ്മിദേവി അടം പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി ഇത് നമ്മളെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരുന്ന ഒരു പള്ളിയായിട്ട് നമുക്ക് കാണാം. സെൻറ്റ് ആൻ്റണീസ് പള്ളിയാണെങ്കിലും ഇവിടെ ജാതി മതഭേദമെന്ന് വിശ്വാസികൾക്ക് കഷ്ടത്തിലുള്ളവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരിടമായിട്ട് നോക്കുകയാണ്. അപ്പം എൻ്റെ ഇത് വിഷയം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും വേണ്ടവരായിട്ടുള്ള വിവരം വയ്ക്കാനുള്ള സേവാ സമാജ് ഇന്ത്യ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, വിവരം വയ്ക്കുക. സ്കൂൾ കുട്ടികൾക്ക് ഞങ്ങളുടെ ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ ഈ വർഷം നമ്മൾ പാവർട്ടി സാഞ്ചു പബ്ലിക് സ്കൂൾ, മാത മണ്ണംപെട്ട, പിന്നെ പറപ്പൂക്കര സെൻറ്റ് ജോൺ സ്കൂൾ, അങ്ങനെ പിന്നെ ഈസി ഇംഗ്ലീഷ് 5 മിനിറ്റിൽ ഞാൻ അവിടുത്തെ HSSൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ മനുഷ്യന്മാർ നമ്മൾ അത് ലൈവ് ക്ലാസ് കാണുക. ഞാൻ പള്ളി വിമർശിക്കുന്ന വീഡിയോസ് കുഞ്ഞു പിള്ളേർ കാണാതിരിക്കുക, അത് വലിയവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഹോളിഡേയ്സ് സമ്മർ സീസൺ ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു ആൻഡ് വെൽക്കം ടു ഷെയർ. ഈ പള്ളി നടത്തുന്ന ഇതിൻ്റെ ഇവർക്ക് പ്രത്യേകം നന്ദി. ഇവരുടെ ഈ മുൻകരുതലിന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു.